ശബരിമലയിൽ നിന്നും വൻ ഭക്തജന തിരക്ക്. വൈകിട്ട് 6 മണി വരെ 67,000-ഓളം തീർത്ഥാടകർ ദർശനം നടത്തി. സന്നിധാനത്ത് ദീപാരാധനാ ചടങ്ങുകൾ പൂർത്തിയായി. ഗോകുൽ രമേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്നും വലിയ തിരക്കാണല്ലേ? ഗോകുൽ, സന്നിധാനത്ത് ഇന്നും വലിയ തിരക്കാണെന്ന് തോന്നുന്നല്ലേ? വരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ 67,500-ലധികം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയിരിക്കുകയാണ്. ഹർഷൻ, തീർച്ചയായിട്ടും നിലവിൽ സന്നിധാനത്ത് ഇന്നും രാവിലെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ വൈകിട്ട് 6 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 67,500-ലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദീപാരാധന ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ദർശനത്തിനായിട്ട് തീർത്ഥാടകരുടെ വലിയ നിര സന്നിധാനത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയാണ് ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും അധികം തീർത്ഥാടകരെത്തിയ ദിവസം ഇന്നലെയായിരുന്നു. ഇന്നലെ 87,000-ലധികം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. ഇന്നും സമാനമായി തന്നെ സംഖ്യ പരിശോധിക്കുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും 80,000-ലധികം തീർത്ഥാടകർ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരാശരി 80,000-ന് മുകളിൽ പ്രതിദിനം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ കൂടി ഈ സംഖ്യയുടെ വർധനവ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ നട തുറന്ന് 14 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ 10 ലക്ഷത്തിലധികം തീർത്ഥാടകർ ആകെ സന്നിധാനത്ത് ഈ സീസണിൽ എത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ വർഷം ഈ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ വർധനവാണ് ഈ സീസണിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കണക്കുകളും ദേവസ്വം ബോർഡ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ആനുപാതികമായിട്ട് തന്നെ ശബരിമലയിലെ നടവരവിലും ഗണ്യമായിട്ടുള്ള വർധനവ് തന്നെയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് നടവരവ് കണക്കുകൾ പുറത്തുവിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇതുവരെ 63,11,00,000-ലധികം വരുമാനമാണ് വിവിധ ഇനത്തിൽ കാണിക്ക, വഴിപാട്, ഒപ്പം മറ്റ് രീതിയിലൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഈ സമയത്തേക്കാൾ 15 കോടിയിലധികം രൂപയുടെ അധിക വരുമാനം സന്നിധാനത്ത് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സന്നിധാനത്ത് നിന്നും വലിയ തിരക്ക് തുടരുന്നു എന്നാണ് ഗോകുൽ റിപ്പോർട്ട് ചെയ്യുന്നത്.